നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദുഷ്ടങ്കൽ നിന്ന് കാക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, 16-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് കഴിക്കുകയാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാകും. വീട്ടുകാർ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളാകും, നിങ്ങളെ പള്ളിപ്പുഷ്ടരാക്കും, എല്ലാ തിന്മയും നിങ്ങൾക്കെതിരെ പറയാനിടയാകും. കാരണം എന്നെ അതുപോലെ അവർ പകച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേ പാതയാണ് നിങ്ങൾക്കുള്ളത്. ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടനായ പിശാചാണ്. പിശാച് ഭരണാധികാരികളെ, മത നേതാക്കളെ, വീട്ടുകാരെ പോലും സ്വാധീനിച്ച് നമ്മളെ ഞെരുക്കാനും ഉപദ്രവിക്കുവാനും തയ്യാറാകും. അത് മനസ്സിലാക്കിയ യേശു പറയുന്നത് അവരെ ഈ ലോകത്ത് നിന്ന് എടുക്കണം എന്നല്ല, അവരെ ദുഷ്ടം തൊടാതെ അവരെ കാക്കണം എന്നാണ്. ഇതിനകത്ത് 2 പ്രധാന അർത്ഥങ്ങളുണ്ട്. ഒന്ന്, പിശാചിൻ്റെ പ്രലോഭനത്തിൽ അവർ വീഴാതെ നീ അവരെ കാക്കണം. അതാണ് ദുഷ്ടങ്കിൽ നിന്ന് കാക്കണം എന്നതിൻ്റെ അർത്ഥം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലും അതുണ്ട്, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് കാത്തുകൊള്ളണമേ. അത് ആ പിശാചായ ദുഷ്ടൻ്റെ പരീക്ഷയിൽ നിന്ന്, നമ്മളെ പാപത്തിലേക്ക് വീഴിക്കാനുള്ള പരീക്ഷയിൽ നിന്ന് കാക്കണം. ഒരു വിജയകരമായ ആത്മീക ജീവിതം നയിക്കാനായി നമുക്ക് സാധിക്കണം. അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളത്, ഇപ്പോൾ യേശുവിൻ്റെ ഈ പ്രാർത്ഥനയിലും ഉള്ളത്. രണ്ടാമതായിട്ട്, ദുഷ്ടൻ്റെ ഉപദ്രവങ്ങൾ ഏശാതെ അവരെ നീ കാക്കണം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി, അതായത് നമ്മൾ ദുഷ്ടൻ്റെ കെണിയിൽപ്പെടരുത്, അല്ലെങ്കിൽ പരീക്ഷയിൽപ്പെടരുത്, അതിനുവേണ്ടി യേശു പ്രാർത്ഥിച്ചു. അതുപോലെ ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാക്കണം, അതും കർത്താവ് ഉദ്ദേശിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്നെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ പിശാച് കാണാതെയും പരീക്ഷിക്കാതെയും അവർ പാപത്തിലകപ്പെടാതെയും ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, ഗോതമ്പ് പോലെ നിന്നെ പാറ്റാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു, നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസം പോയിപ്പോകാതെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച്, വചനത്തിൽ ഉറച്ച് പിശാചിനോട് പോരാടി ജയിക്കാൻ, പിശാചിൻ്റെ പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കാൻ യേശു നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വിജയത്തിനായി. 2, പിശാച് വരുത്തുന്ന, ദുഷ്ടൻ വരുത്തുന്ന ശാരീരിക ഉപദ്രവത്തിൽ നിന്നും നമുക്ക് വിടുതലുണ്ടാകാനായി യേശു തീർച്ചയായിട്ടും അന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആത്മീകവും ഭൗമികവുമായ നന്മകൾക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളത് നമുക്ക് ധൈര്യം തരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലും ഇതുണ്ടായിരിക്കണം. എന്നെ പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണം, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഭൗതിക അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പല വിശ്വാസികളും ഈ രോഗപീഠകളും അല്ലെങ്കിൽ ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ അങ്ങ് വിളിച്ചോണം, എന്നെ എടുത്തോണം എന്ന് പറയും. അവരെ കാണാൻ ചെല്ലുന്നവരോടും അവർ പറയും, എന്നെ അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി, ദൈവം വിളിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം നമ്മളിവിടെ ഈ വേദനകളും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ചുകൊണ്ട്, യോബിനെ പോലെ സഹിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ സാധിക്കണം.
രോഗത്തിലും വേദനയിലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായി സാധിക്കും. സമൃദ്ധിയിൽ മാത്രമല്ല. പക്ഷേ ഏറ്റവും വലിയ കാര്യം പിശാച് നമുക്ക് നിരാശയോ അല്ലെങ്കിൽ പിശാച് നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാകുകയോ ഒന്നും ചെയ്യാൻ ഇടയാകരുത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക് വേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.